ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. സഭയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒരാൾ ഈ സഭക്കകത്ത് കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയത്തെ അനുബന്ധമായി ഈ സഭയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഈ സഭക്കകത്ത് പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ശ്രീരാമകൃഷ്ണനാണ് ഇവിടെ ആ സഭ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നത്. അന്ന് അദ്ദേഹം സഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് അടക്കം അന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വാശ്രയ മേഖലയിൽ ഗവൺമെന്റിനോട് അപേക്ഷ കൊടുത്ത ഒരു സ്ഥാപനവും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുകയുണ്ടായി. എന്റെ കയ്യിലുള്ളത് ആ സ്ഥാപനത്തിൽ ശ്രീരാമകൃഷ്ണന്റെ ഫോട്ടോയുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച ഒരു ബ്രോഷറാണ് സാർ എന്റെ കയ്യിലുള്ളത്. രസകരമായ ഒരു കാര്യം ഇത് മാത്രമല്ല സാർ, ആ ബ്രോഷറിൽ മാത്രമല്ല, അതിനേക്കാൾ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വെബ്സൈറ്റ് പരതുകയുണ്ടായി. വെബ്സൈറ്റിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച സൈറ്റിൽ നിന്ന് ഞാൻ 1.5 മണിക്ക് എടുത്ത കോപ്പിയാണിത്. ഈ കോപ്പിയിൽ ശ്രീരാമകൃഷ്ണന്റെ മനോഹരമായ ഫോട്ടോ ഈ കോപ്പിക്കകത്ത് കാണാം, ഇതിനകത്ത് കാണാം. എന്നാൽ കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ വെബ്സൈറ്റിൽ നിന്ന് ശ്രീരാമകൃഷ്ണന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഇതൊരു തല്ലിപ്പൊളി ഏർപ്പാടാണ് എന്ന് കൃത്യമായി ബോധ്യമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് അരമണിക്കൂർ കൊണ്ട് തന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ നിന്ന് അദ്ദേഹം ഡിലീറ്റ് ചെയ്തതെന്ന് മറുപടി പറയേണ്ട കാര്യമാണ്. മാറ്റിക്കളഞ്ഞു. അത് മാത്രമല്ല സർ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ അവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ സർ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഇടതുപക്ഷ സംഘടനകൾ കൊടുത്തിട്ടുള്ള നോട്ടീസ് സാർ, ഞാൻ ഈ സഭയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സന്ദർഭത്തിൽ മറുപടി പറയുന്നതിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ ശ്രീരാമകൃഷ്ണനും കോളേജ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കോളേജിനും ഞാൻ പറഞ്ഞു കേട്ടെ ഞാനൊരു കോളേജിനും അപേക്ഷ നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങ് ഡയറക്ടർ ബോർഡായിട്ടുള്ള ഒരു സ്ഥാപനത്തിനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കോളേജിലും ഡയറക്ടർ ബോർഡ് അംഗമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഡയറക്ടർ ബോർഡ് അംഗമല്ല എന്ന് പറഞ്ഞത് മാത്രം. ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന കാര്യം സർ, ഒരു കോളേജിന് അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ഈ എഞ്ചിനീയറിംഗ് കോളേജ്, പ്രവാസി എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റിൽ 3 വർഷം മുമ്പ് പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ? പറയുന്നത് കേട്ടില്ലേ? ഞാൻ പറയട്ടെ, ഇതൊക്കെ മാധ്യമങ്ങൾ വിശ്വസിക്കാം സാർ. എന്റെ നാട്ടിലെ പ്രവാസികളായിട്ടുള്ള, ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ല, നിങ്ങൾക്ക് എന്താ പ്രയാസം? നിങ്ങൾ കേക്ക് മലപ്പുറം ജില്ലയിലെ പ്രവാസികളായിട്ടുള്ള 150 ആളുകൾ ചേർന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആരംഭിക്കാനിരിക്കുന്ന ഒരു കോളേജിനെ സംബന്ധിച്ച് 3 വർഷം മുമ്പ് അവരിറക്കിയ ബ്രോഷറിന്റെ ഒരു സൈറ്റിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ആ കോളേജ് ഞാൻ പറഞ്ഞു കേട്ടെ നിങ്ങൾ തെളിയിക്ക്. ആരംഭിക്കാനിരിക്കുന്ന ഒരു കോളേജിനെ കുറിച്ചാണ്. ആ പ്രവാസി എഞ്ചിനീയറിംഗ് കോളേജ് NOCക്ക് അപേക്ഷിച്ചിട്ടില്ല, അഫിലിയേഷൻ അപേക്ഷിച്ചിട്ടില്ല, അവർ ഈ സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയട്ടെ അവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ പ്രവാസി സംഘത്തിന്റെ ഭാഗമായി വേറെ ഡയറക്ടർ ബോർഡ് ആരംഭിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സഭയിൽ വന്ന പ്രശ്നം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാര തകർച്ചയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാര തകർച്ചയുമായി പ്രശ്നത്തിൽ ഇതിൽ യാതൊരു അവ്യക്തതയില്ല. അവ്യക്തത നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇനി ഒരു കാര്യം സതുദ്ദേശത്തോടുകൂടി വരുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് മടിയില്ല. പ്രശ്നങ്ങളല്ലേ എനിക്ക് സഭയിൽ നീക്കം ചെയ്യണം, രേഖകൾ നീക്കം ചെയ്യണം. സഭയെ തെറ്റിദ്ധരിപ്പിച്ച രേഖകൾ നീക്കം ചെയ്യണം. അത് പിന്നീട് പരിശോധിച്ച വരാം. സാർ, ഇവിടെ പറഞ്ഞത് ശുദ്ധമായ കളവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്ന് കളവെന്ന് പറഞ്ഞപ്പോ അസത്യം എന്ന പേര് മാറ്റി പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, അസത്യത്തിന് മലയാളത്തിൽ ഞാൻ പറയും സാർ, ഇത് കഴിഞ്ഞോട്ടെ പ്ലീസ്. ശ്രീരാമകൃഷ്ണൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുന്ന കൂട്ടത്തിൽ അവസാനമാണ് ഞാൻ പറഞ്ഞത്, സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. ശ്രീരാമകൃഷ്ണന് കൂടി ബന്ധമുള്ള കോളേജുണ്ട്, അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്, അനുമതി കൊടുക്കാനുള്ള നടപടികളായിട്ടുണ്ട്. എന്നെ തന്നെ ശ്രീരാമകൃഷ്ണൻ സമീപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ തന്നെ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ കൊടുത്തിട്ടുള്ള രേഖകളും അവിടെ കൊടുത്തിട്ടുള്ള ബ്രോഷറുകളുമാണ് ഇവിടെ ഷാജി കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള യൂണിവേഴ്സിറ്റി അതിനുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോ അന്ന് ഞാനത് പറഞ്ഞപ്പോ
ഞാൻ കളവ് പറയാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ കളവ് പറയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളാണ് കളവ് പറയുന്നത്, കളവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അപ്പോൾ സത്യവിരുദ്ധമാണ് പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് അടക്കം ആ കാര്യത്തിൽ ഇടപെട്ടു. അപ്പോൾ അന്ന് കളവ് പറഞ്ഞത് ഞാനല്ല, ശ്രീ ശ്രീരാമകൃഷ്ണനും പിന്നെ അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവുമാണ്. അവരാണ് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. അവരത് പിൻവലിക്കണം, അവരുടെ അന്നത്തെ വാദം പിൻവലിക്കണം സർ. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് എന്നത് ബ്രോഷറിനകത്തുണ്ട്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് തെളിവായി ഇവിടെ വെക്കാം. ഇവിടെ ശ്രീരാമകൃഷ്ണൻ മേശപ്പുറത്ത് വെച്ച പോലെ സാങ്കത്യമില്ലാത്ത പണിയും ഞാൻ ചെയ്തില്ല. ഇത് ശ്രീരാമകൃഷ്ണന്റെ മേശപ്പുറത്ത് ഞാൻ വെക്കാം, പ്രതിപക്ഷ ഉപനേതാവിന്റെ മേശപ്പുറത്ത് ഞാൻ വെക്കാം. ഇതിനകത്ത് ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇതാ ഗവൺമെന്റിന് കൊടുത്ത അപേക്ഷ. ഇതാ ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള തിരുവനന്തപുരം. സാർ തീരുന്നില്ല. ഇവർ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത അപേക്ഷ ഗവൺമെന്റ് റിജക്ട് ചെയ്തു. കാണിച്ചു തരാം. അതെന്താ പറയുന്നറിയോ? ഇതിന് അപേക്ഷ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന റിപ്പോർട്ടിനകത്ത് 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇവരുടെ സ്ഥാപനത്തിന് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ള സ്ഥലമില്ല. രണ്ടാമത്, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല. മൂന്നാമത്, അടിസ്ഥാന സൗകര്യങ്ങളില്ല. പാട്ടക്കച്ചവടമാണ് സർ. മീഡിയ കോളേജിൽ കൊണ്ടുപോയിട്ട് കോളേജ് നടത്തിയിട്ട് ആ കോളേജുകൾ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ അപമാനിക്കാൻ വേണ്ടി സ്വാശ്രയ മേഖലയിൽ ഇവർ നടത്തിയ സ്ഥാപനത്തിന്റെ പേരിൽ സർ ഇവിടെ പരിശോധിക്കുക. ഇവരുടെ തന്നെ സംഘടന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇറക്കിയ നോട്ടീസാണിത്. ആ നോട്ടീസിനകത്ത് പറയാണ്, എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇതാ ഇവരുടെ ബ്രോഷറിനകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങ് അത് പോയിന്റ് പറയോ? അങ്ങ് പ്രസംഗം എന്താ പോയിന്റ് പറയോ? 307 പറഞ്ഞു. 307 അവാസ്തവമായ കാര്യങ്ങൾ സഭയിൽ വീണ്ടും പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാർ. ഇവിടെ സ്വാശ്രയ കോളേജുകളോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ല, സ്റ്റേറ്റ്മെന്റ് സമയമല്ല, അങ്ങനെ പോയിന്റ് പറയേണ്ടത്. സ്വാശ്രയ കോളേജുകളോട് ആകെ യുദ്ധം പ്രഖ്യാപിക്കുകയോ സ്വാശ്രയ കോളേജുകളൊക്കെ പൂട്ടണമെന്ന് പറയുക ഇവിടെ ചെയ്തിട്ടില്ല. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഇല്ലാത്ത ഉടമസ്ഥാവകാശം എന്നിൽ കെട്ടിവെൽപ്പിക്കാനാണ് ശ്രമിച്ചത് സാർ. ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു കോളേജിലെയും ഉടമസ്ഥാവകാശമില്ല, ഇല്ലാത്തതാണ് സാർ. ഇത് രേഖകൾ നീക്കം ചെയ്യണം. അതൊക്കെ പരിശോധിച്ച് പിന്നീട് പറയാൻ. അങ്ങ് അത് പരിശോധിച്ച് പിന്നീട് പറയാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അരമണിക്കൂർ കൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് സ്വന്തം ഫോട്ടോ മാറ്റിയതോടുകൂടി തന്നെ ഇതൊരു മോശപ്പെട്ട ഏർപ്പാടെന്ന് മൂപ്പർക്ക് ബോധ്യമായി ഞങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങാടി കൂടെ പോകും വേണം, ആനപ്പുറത്ത് ഇരിക്കുകയും വേണം, അത് നട്ടുച്ച സമയത്താവും വേണം, നാട്ടുകാർ കാണും ചെയ്യരുത് എന്നുള്ള പരിപാടിയുണ്ടല്ലോ. കമ്മ്യൂണിസം പറയും വേണം, സ്വാശ്രയ മേഖല എതിർക്കും വേണം, നല്ല പണം കിട്ടി അത് ഭാരി അടിച്ചു മാറ്റും വേണമെന്ന് വിചാരിക്കുന്ന ഏർപ്പാട് മാറ്റണം എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടുത്തെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ എല്ലാ ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ പറയുന്നത്, ഗവൺമെന്റ് നിലവാരമില്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെങ്കിൽ ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ശ്രീരാമകൃഷ്ണന്റെ കോളേജാണ് കേരളത്തിൽ ആദ്യം അടച്ചുപൂട്ടേണ്ടത് എന്നതിന്റെ തെളിവാണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും. അവർ തന്നെ എഴുതി വെച്ച കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതാ ഈ നോട്ടീസിനകത്ത് അവർ പറഞ്ഞാണ് സാർ, എന്താണെന്നറിയാം, സുരക്ഷിതമായ നിക്ഷേപ മേഖല കണ്ടെത്തുക എന്നതോടൊപ്പം സാമൂഹിക സേവനത്തിനുള്ള ഈ അവസരവും നിങ്ങൾ പാഴാക്കരുത്. എന്ന് വെച്ചാൽ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്? അതന്നെയാണ് പരിപാടി. അതന്നെയാണ് നാട്ടുകാരെ പൈസ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആകർഷകമായ പദ്ധതികൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിൽ തന്നെ പറയാണ്, വൻ തുക മുതൽ മുടക്കുള്ള സ്വാശ്രയ സ്ഥാപനത്തിൽ ഈ പാവം തൊഴിലാളി നേതാവ് എത്ര പണം നിക്ഷേപിച്ചിട്ടാണ് ചീഫ് പ്രൊമോട്ടർ ആയത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിന്റെ ഉത്തരം, എന്റെ നിക്ഷേപം എന്റെ ബുദ്ധി തന്നെയാണ്, അതാണ് എന്റെ നിക്ഷേപം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ബുദ്ധി വരെ കച്ചവടം ചെയ്തിട്ട് കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ വമ്പിച്ച കച്ചവടം നടത്തുന്നവരാണ്. അവർ നടത്തിക്കൊണ്ട സർ, ആക്ഷേപമൊന്നുമില്ല, ഇത് രാജ്യത്ത് വിലക്കപ്പെട്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് സൈറ്റിൽ നിന്ന് ഫോട്ടോ മാറ്റുന്നത്? എന്തിനാണ് സഭക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത്? അത് രേഖയിൽ ഉണ്ടാവാൻ പാടില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഫാക്റ്റാണ്, സത്യമാണ്. ആ സത്യത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് മാപ്പ് പറയാൻ ശ്രമിപ്പിച്ച ഈ പ്രതിപക്ഷ ഉപനേതാവാണ് മാപ്പ് പറയേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നേരത്തെ വേറൊരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട നാരായണേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട് സാർ. ഇവര് പച്ച അണിപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട് സാർ. എന്താണെന്നറിയോ, ഫസലിന്റെ 3 സുഹൃത്തുക്കൾ റയീസും സലീമും ജിജേഷും 3 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് സലീമിന്റെ വാപ്പ പോയിട്ട് പറയാണ്, അവരെ കൂടെ കൊന്നത് ഫസൽ കൊലയിലെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച ദിവസമാണ് സാർ ഇന്ന്. എന്തിനാണെന്നറിയോ, റയീസിനെ കൊന്നു 2008. റയീസിനെ കൊന്നത് ന്യൂ മാഹി പാലത്തിൽ റയീസിന്റെ ബോഡി കണ്ടു സാർ. അത് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ജിജേഷ് പറയാണ്, ഒരു കല്യാണ വീട്ടിൽ വെച്ച് പറയാണ്, ഇതാ ഞാനും കൊല്ലപ്പെടും, കാരണം ആ കൊലപാതകത്തെ കുറിച്ച് ഞാൻ പാർട്ടിയിൽ എതിർത്തിട്ടുണ്ട്. ആ ദിവസം തന്നെ കൊല്ലപ്പെട്ടു സാർ.
ആര് ഈ പറയുന്ന ജിതേഷ്. അത് കഴിഞ്ഞിട്ട് സലീം പേടിച്ചിട്ട് രണ്ടുപേരും കൊല്ലപ്പെട്ടാൽ എനിക്കത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിസ എടുത്ത് പോകാൻ ശ്രമിക്കുമ്പോ ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ദിവസങ്ങളിൽ വീണ്ടും സലീമും കൊല്ലപ്പെടുകയാണ് സാർ. ആ മനുഷ്യന്റെ ചോര കൊണ്ട് മലയാളത്തെ ചുമപ്പിക്കുന്ന ഇവരാണ് ഹരിതാപമായിട്ടുള്ള പച്ച കൊണ്ടുവരുന്നതിനെ കുറിച്ച് വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ തരത്തിലും ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന്റെ ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ചുകൊണ്ട്